ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഇത് രാവിലെ ബ്രഷൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഇന്നലെ രാത്രിയിൽ ഞാൻ ചോറ് കഴിച്ച പാത്രമൊന്നും കഴുകി വെച്ചില്ല കേട്ടോ. കഴുകിക്കൊണ്ടിരുന്നപ്പോൾ കറണ്ട് അങ്ങ് പോയായിരുന്നേ, പിന്നെ നല്ല മഴയുമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു രാവിലെ എഴുന്നേറ്റിട്ട് കഴുകാമല്ലോ, എങ്ങും പോകണ്ടല്ലോ, ജോലിക്ക് എവിടെയും പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ രാവിലെ ബ്രഷൊക്കെ കഴിഞ്ഞതിന് ശേഷം രാവിലെ എഴുന്നേറ്റ് പാത്രമൊക്കെ കഴുകി കിച്ചൺ അങ്ങ് ക്ലിയർ ആക്കി കേട്ടോ. പിന്നെ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി കാന്താരിയൊക്കെ ഒരുപാടുണ്ട് കേട്ടോ, ഒത്തിരി പഴുത്ത് ഇപ്പുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് കാന്താരിയൊക്കെ പിച്ചി. പിന്നെ ദേ ഈ ഒരു ഏരിയയാണ് നമ്മുടെ ഒരു അടുക്കള ഭാഗത്തെ ഒരു ഏരിയയാണ് കേട്ടോ. ഒരുപാട് ദിവസം കൊണ്ട് മഴയൊക്കെ പെയ്ത് ആകെ ഇതായിട്ട് കിടക്കുവാണ്. പിന്നെ ഇത് ഈ മുകളിലോട്ട് ഓടി ഓട്ടം എന്തിനാണെന്നറിയാമോ? ദാണ്ടോ ഈ സംഭവം മേടിക്കാനാണ്. ഇന്ന് കിട്ടിയതും ചെറിയ ചാളയായിരുന്നു കേട്ടോ. ചാളയെങ്കിൽ ചാള, ഈ മഴയത്ത് ഇതെങ്കിലും കിട്ടുന്നല്ലോ. നമ്മൾ വന്നിട്ട് അങ്ങനെ മീനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ, മഴയും ഒക്കെ ആയതുകൊണ്ട്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാവരച്ച് വെച്ചതൊക്കെ നന്നായിട്ട് പൊങ്ങി. അതിൽ നിന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് ദോശ ഉണ്ടാക്കാമെന്ന്. ദോശയ്ക്കും ഇഡലിക്കും എല്ലാം ഞാൻ ഈ ഒരു മാവാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ദോശയ്ക്കാകുമ്പോൾ കുറച്ചുകൂടെ ഒരു മാവ് ലൂസായിട്ട് എടുക്കും. അങ്ങനെ ഇന്ന് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മാവൊക്കെ അതിൻ്റെ പകുതി എടുത്തിട്ട് പകുതി ഫ്രിഡ്ജിലോട്ട് അങ്ങ് വെച്ചേ. അങ്ങനെ രാവിലെ ദോശയൊക്കെ ഉണ്ടാക്കി. ദോശ ഇഡലിയാണ് കേട്ടോ കൂടുതലും. പിന്നെ എന്താ പറയുന്നത്, പുട്ടൂറ്റിയും പിന്നെ സേവനാഴി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. പിന്നെ അവിടെ ഇരിക്കുകയാണ് ദോശ. ഈ ഇഡലി പാത്രം തന്നെ ഞാൻ അപ്പുറത്തുനിന്ന് വാങ്ങിയതാണ്. അങ്ങനെ ദോശയൊക്കെ ചുട്ടുകൊണ്ട് നിന്നപ്പോൾ രണ്ടുപേരെ കാണുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ മുകളിൽ പോയി നോക്കിയപ്പോൾ ഇന്ന് രണ്ടുപേരും കൂടെ നിന്ന് ബൈക്ക് കഴുകുന്ന തിരക്കിലായിരുന്നേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഞാൻ ചമ്മന്തിക്ക് വേണ്ടുന്ന തേങ്ങയൊക്കെ തിരുകാനിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഇവിടെ ഇപ്പോഴും ഈ ഒരു ചിരവയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. മറ്റേ സ്റ്റാൻഡിങ് ചിരവ വെക്കാനായിട്ടുള്ള ഈ കബോർഡൊക്കെ ചെയ്തേക്കുന്നുണ്ട്, അത് വെക്കാനുള്ള ഒരു സൗകര്യം കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ തിരുമ്മി എടുത്തിട്ട് ചമ്മന്തിയൊക്കെ അരച്ചു. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ആ ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് മീനൊക്കെ അങ്ങ് കറി വെച്ചു കേട്ടോ. മീൻ ഞാൻ എന്നും വെക്കുന്ന പോലെ തന്നെ മുളക് അരച്ചിട്ടാണ് വെച്ചത്. ഇവിടെ തേങ്ങ അരച്ച് അങ്ങനെ അധികം വെക്കാറില്ല. അഥവാ വെക്കുവാണെങ്കിൽ തന്നെ മാങ്ങയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ തേങ്ങ അരച്ച് വെക്കാറുള്ളേ. അപ്പം പിന്നെ ആ ഒരു അരപ്പ് തിളച്ചപ്പോൾ മീൻ ഇതേപോലെ കട്ട് ചെയ്തില്ല കേട്ടോ. കട്ട് ചെയ്യാനായിട്ടൊന്നും ഇല്ലായിരുന്നു, ചെറിയ ചാളയായിരുന്നു. പിന്നെ അതിന് നല്ല പനിഞ്ഞിലുണ്ടായിരുന്നു കേട്ടോ. പനിഞ്ഞിലെന്നും മീൻ മുട്ടയെന്നും ഒക്കെ പറയും കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ പനിഞ്ഞിലെന്നാണ് പറയുന്നത്. അങ്ങനെ ആ ഒരു പനിഞ്ഞിലൊക്കെ എടുത്തിട്ട് തോരൻ വെക്കാമെന്ന് വിചാരിച്ച് തേങ്ങയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് തോരൻ വെച്ചു. നല്ല പനിഞ്ഞിലായിരുന്നു, ഇന്നലത്തെയും കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തോരൻ വെച്ചിട്ട് രാവിലെ ഒരു 10-10:30 ആയപ്പോഴത്തേന് അടുക്കളയിലെ പണിയെല്ലാം തീർത്ത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ മുകളിലോട്ട് പോയിരുന്നു. മുകളിൽ നമുക്കൊരു സിറ്റൗട്ടുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ പോയി ഇരുന്നിട്ട്, മുകളിലാണ് ഈ റോഡ് വരുന്നത് കേട്ടോ. ഇതുവഴിയാണ് റോഡ് പോകുന്നത്. അപ്പോൾ അങ്ങനെ പോയിരുന്നപ്പോഴാണ് പട്ടികൾ ഒരു 4-5 എണ്ണം സ്ഥിരം നമ്മുടെ റോഡ് സൈഡിൽ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഒരു മഴ ചാറി, പെട്ടെന്നൊരു മഴ പെയ്തപ്പോൾ അതുങ്ങളിതേ ആ ഒരു കടയിലോട്ട് കയറി കേട്ടോ. എവിടെ പോയാലും ഇവിടെ ശരിക്കും പട്ടികളാണ്. ഓരോ വീടിൻ്റെ മുമ്പിലും ഇങ്ങനെ 4-5 പട്ടികൾ വീതം ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ ഉച്ചയ്ക്ക് ഊണുമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വെളയിലോട്ടൊന്ന് പോയിട്ടോ. അവിടെ കുറച്ച് റബ്ബറുണ്ട്. അപ്പോൾ ഈ 2-3-4 ദിവസം കൊണ്ടൊക്കെ മഴയും കാറ്റും ഒക്കെ ആയതുകൊണ്ട് റബ്ബറൊക്കെ ചരിഞ്ഞെന്ന് ഒരാൾ വന്ന് പറഞ്ഞത്. അങ്ങനെ അത് രാവിലെ പോയി ഇവരൊക്കെ അത് പിടിച്ച് കെട്ടി. അപ്പോൾ പിന്നെ ഞാൻ വെറുതെ ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ. ഞാൻ ഇവിടെ അങ്ങ് വന്നിട്ടില്ല. അപ്പോൾ ഒന്ന് കാണാമെന്നൊക്കെ വിചാരിച്ചിട്ട് വന്നതാണ്. നമ്മുടെ ഈ സൈഡൊക്കെ റബ്ബറാണ് കൂടുതലും കേട്ടോ. അതെ, താഴോട്ട് റബ്ബറാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി. ഇനി കുറച്ച് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാം കേട്ടോ.
അവിടെ വിളയുടെ അടുത്ത് തന്നെ ഒരു തോടുണ്ട്. പക്ഷേ ഇപ്പം കലക്ക വെള്ളമാണ് കേട്ടോ. ഞങ്ങൾ ഈ ഒരു തോട്ടിലല്ല, വേറെ ഒരു തോടുണ്ട്, അവിടെ സ്ഥിരം പോകാറുള്ളതാണ് കേട്ടോ. ഉണക്ക സമയത്തൊക്കെ നമ്മൾ തുണി കഴുകാനൊക്കെ പോകാറുള്ളതായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം അക്കു വന്നപ്പോൾ ഭയങ്കര ബഹളമായിരുന്നു എന്നെ തോട്ടിൽ കൊണ്ടുപോകാൻ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടം വരെ വന്നല്ലേ എന്ന് വെച്ചിട്ട് വെറുതെ ഒന്ന് തോട്ടിലൊക്കെ ഒന്ന് ഇറങ്ങി, എന്താ പറയുന്നത്, അവിടെ ഒരു സന്തോഷമല്ലേ. അച്ഛന് പനി ആയതുകൊണ്ട് അവൻ വന്നില്ല കേട്ടോ. അങ്ങനത്തെ നമ്മൾ 3 പേരും കൂടെ തോട്ടിലൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് കുറച്ച് നേരമൊക്കെ അവിടെയൊക്കെ നിന്നിട്ട് നേരെ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണേ. അതുകൊണ്ട് താഴോട്ട് ഫുള്ള് റബ്ബറാണ് കേട്ടോ. കൂടുതലും നമ്മുടെ ഈ ഒരു സൈഡ് റബ്ബറാണ് കൂടുതലും വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മഴയൊക്കെ പെയ്യുമ്പോഴത്തേന് കൊതുകിൻ്റെ ശല്യമൊക്കെ ഭയങ്കരമാണ് കേട്ടോ. നല്ല കൊതുകൊക്കെ ഉണ്ട്. അങ്ങനെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ.